ഇല്ല ഇല്ല, ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതേ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. എടി ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് കൊടുത്ത് വായിച്ച് നടന്ന് ചിരിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ 100-99 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതില്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. നല്ല പഠിക്കുന്നവനായിരുന്നു നിതിൻ രാജ്. പോരാ, ജാതിബോധം തലയിൽ പിടിച്ച കോമരങ്ങൾക്ക് അത് പോരാ. നിറവും ജാതിയുമൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് വേണമത്രേ. നിതിൻ രാജ് എന്ന യോഗ്യനായ വിദ്യാർത്ഥി നേരിട്ടത് അധിക്ഷേപമാണ്, ജാതി വെറിയാണ്. അവൻ്റെ നിറം കറുത്തുപോയെന്ന്. കറുത്താൽ എന്താ പ്രശ്നം? വെയിൽ കൊള്ളാതെ വിളറിപ്പോയ നിങ്ങൾക്കൊക്കെ അടിസ്ഥാനം പണിയാൻ പണിയെടുത്ത കറുപ്പിനാണ് പത്തരമാറ്റ്. ദുർമേധസടിഞ്ഞ ജാതി ചിന്തയുമായി കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. രോഹിത് വിമുലമാരെ സൃഷ്ടിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ പ്രതിനിധികൾ പലയിടങ്ങളിലും ഒളിച്ചിരിപ്പുണ്ട്. അവരെ കണ്ടെത്തണം, തിരിച്ചറിയണം, പുറത്താക്കണം. ദൈവത്തെക്കാൾ പവിത്രരാകേണ്ട അധ്യാപകർ ഇടിമുറി സൃഷ്ടിച്ചത് നാം കണ്ടതാണ്. സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി നിക്കറിട്ട കാലത്തെ പോലീസിനെ പോലെ ഭീഷണിപ്പെടുത്തുന്നു, പെരുമാറുന്നു. അധ്യാപകരെ, നിങ്ങൾ അക്ഷരവും അറിവും പകരാൻ നേതൃത്വം നൽകേണ്ടവരല്ലേ? എവിടുത്തെ അറിവാണ് നിങ്ങൾ പേറുന്നത്? നിങ്ങളോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നത്? അവൻ്റെ ജാതിയും നിറവും നോക്കി അവനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയിക്കും ഈ കേരളം. ചേതനയറ്റ അവൻ്റെ ശരീരം നോക്കി ഇന്ന് നിതിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് അവരുടെ ശരീരഭാഗമാണ് മുറിഞ്ഞു കിടക്കുന്നതെന്ന്. തിരുത്തുന്നു, മലയാളിയുടെ മതേതര മനസ്സിൻ്റെ ഭാഗമാണ് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി. ജനുവരി മാസം പുറത്തിറക്കിയ UGCയുടെ റെഗുലേഷനുകൾ പ്രതിഷേധം തീർത്ത് തടഞ്ഞു നിർത്തുന്നു. ജാതിക്കോമരങ്ങൾക്ക് ഇതൊക്കെ അഴിഞ്ഞാട്ടത്തിന് ശക്തി പകരുകയാണ്. ഒന്നുറപ്പ്, EM വീഴ്ത്തി കാതുകൾ അടയ്ക്കാൻ പുതുതലമുറയ്ക്ക് മനസ്സില്ല. പെരുവിരൽ മുറിച്ച് ഗുരുസ്നേഹവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അനീതിക്കും അക്രമത്തിനും ജാതിവെറിക്കുമെതിരെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കായി നിരന്തരം നിങ്ങൾക്കുമേൽ മുഷ്ടി ചുരുട്ടും, ചൂണ്ടുവിരൽ നീട്ടും. പതുങ്ങിയിരിക്കും ജാതിവെറിയന്മാരെ പുറത്താക്കേണ്ടേ? ജാതിവെറിക്ക് അറുതി വരുത്തേണ്ടേ? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: PS സഞ്ജീവ്, SFI സംസ്ഥാന സെക്രട്ടറി; വിനീത വിജയൻ, KDF സംസ്ഥാന സെക്രട്ടറി; ഒപ്പം നിതിൻ രാജിൻ്റെ ബന്ധു വിശ്വംഭരൻ. ആദ്യം വിശ്വംഭരനിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ വിശ്വംഭരൻ, ദുഃഖമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെനഞ്ഞാന്ന്, അതായത് 10-ാം തീയതി ഒരു 4 മണിക്ക് ഈ നിതിൻ രാജിൻ്റെ അളിയൻ അശോക് കുമാർ എന്നെ വിളിച്ച് പറയുന്നു, മാമ ഒന്ന് ഇങ്ങോട്ട് വന്നു, അവിടെ കൊക്കുവിന് എന്തോ ഒരു അത്യാഹിതം കോളേജിൽ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ എന്തടേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്ന് വ്യക്തമായി പറഞ്ഞില്ല. പിന്നെ കോളേജിലെ അധികാരികൾ അവരാരും വ്യക്തമായി ഇതുവരെ നമ്മളെ അറിയിച്ചിട്ടുമില്ല എന്ന് ഒരു പരാതി പോലെയാണ് ആദ്യം അയാൾ സൂചിപ്പിച്ചു കൊക്കു. പിന്നെ അവിടുത്തെ ഒരു കോളേജിലെ ഒരു സ്റ്റാഫ് വിളിച്ച് പറയുന്നു, ഇതിൻ്റെ അമ്മ ലതയോടെ വിളിച്ച് പറയുന്നു, ഞാൻ അറിഞ്ഞത്. പിന്നെ നിതിൻ രാജ് മെഡിക്കൽ കോളേജിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് വീണ് അയാൾ ICUവിലാണ്, അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഓടി വരണം എന്നാണ് അവർ
പറഞ്ഞത്. അപ്പോൾ ആ വിവരം എന്നെ അറിയിക്കുകയും ഞാൻ അപ്പോൾ തന്നെ അവിടെ പോയി. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അവിടെ കണ്ണൂരിലേക്ക് ആശുപത്രിയിലേക്ക് പോകാൻ പോയതും അതിന് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ യാതൊരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു പിടിപാട് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സാറുണ്ട്, അജയകുമാർ എന്ന്. അദ്ദേഹം പിന്നെ ഇവിടെ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജിലെ വൈസ് പ്രിൻസിപ്പാൾ പിന്നെ അജയകുമാർ എന്ന് പറയും. അദ്ദേഹത്തിന് സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ അവിടുത്തെ CA വിളിക്കാം. സാർ അവിടുത്തെ CA വിളിച്ച് സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാർ എൻ്റെ അയൽക്കാരനാണ്, നല്ല പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ്, അവന് ഞാൻ അപകടം സംഭവിക്കുന്നു, കുറ്റവാളി ആരായാലും ഒരു എങ്ങനെയായാലും അവർ ശിക്ഷിക്കേണ്ട നടപടി സ്വീകരിക്കണം. അവിടെ നിന്ന് ഒരു മുൻ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പാർട്ടിയിലെ ആളും കൂടെ ആയ വിശ്വംഭരൻ എന്ന് ഒരാൾ അങ്ങോട്ട് വരും. ഞാൻ സാറിൻ്റെ നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അജയകുമാർ സാറ് ആ നമ്പർ അവിടുത്തെ ഫക്രുദ്ദീൻ എന്ന ചക്കരക്കണ്ടി പോലീസ് സ്റ്റേഷനിലെ CAയുടെ നമ്പർ എനിക്ക് തന്നു. ഞാൻ CA ബന്ധപ്പെട്ടു. അപ്പോൾ CA പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ഇനി വന്നാൽ മതി, നമുക്ക് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ നടപടികൾക്കും ഇവിടുന്ന് ഞങ്ങൾ പോലീസ് തയ്യാറാണ്, നിങ്ങൾ ഇനി വന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു പരാതിയും തയ്യാറാക്കിക്കൊണ്ട് തന്നെ ആണ് ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി ആ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ തലേ ദിവസം തന്നെ ഞങ്ങൾ പിറ്റേന്നാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ പോലീസ് FIR ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ആ FIRൻ്റെ കോപ്പി തന്നു. അപ്പോൾ ഞങ്ങളുടെ മൊഴി അവിടെ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ മൊഴിയിൽ ഞങ്ങൾ പറഞ്ഞത്, ഇത് അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്, ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, അവൻ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു അംഗമായതുകൊണ്ട്, ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു അംഗമായതുകൊണ്ട് അവിടുത്തെ റാം എന്ന് പറയുന്ന അധ്യാപകനും പിന്നെ അതുപോലെ സംഗീത എന്ന് പറയുന്ന ഒരു അധ്യാപികയും അതുപോലെ അവിടുത്തെ ഒരു വാർഡൻ കൂടിയായ കമൽ എന്ന് പറയുന്ന ഒരാളും നിരന്തരമായി ഇയാളെ മാനസികമായി പീഡിപ്പിച്ച് തളർത്തിക്കൊണ്ടിരുന്നു എന്നാണ് അവനിൽ നിന്ന് നേരിട്ട് അറിയാൻ കഴിഞ്ഞതും അവൻ്റെ സഹോദരിയുടെ ഫോണിൽ, നികിതയുടെ ഫോണിൽ അവൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ അയാൾ റാം എന്ന് പറയുന്ന ആ അധ്യാപകൻ പറഞ്ഞതായി നിതിൻ രാജ് പറഞ്ഞറിഞ്ഞത്, നീ ഒരു പുഴുത്ത പട്ടിയാണടാ എന്ന് പറയുകയും, നീ പട്ടികജാതിക്കാരനും അതേപോലെ ഈ സാമ്പത്തികം പിന്നോക്കമായി നിൽക്കുന്ന നിന്നെ പോലെ ഉള്ളവന് പഠിക്കാനല്ലടാ പുഴുത്ത പട്ടി MBBS, അത് ഇവിടുത്തെ വമ്മന്മാർക്ക് പഠിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അത്രയും അവൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ചാണ് ഇങ്ങനെ സ്വകാര്യമായോ അല്ല പരസ്യമായാണ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവൻ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടു. ഈ അധ്യാപകർക്കെതിരെ ഈ കൃത്യമായി ഇപ്പോൾ ശ്രീ വിശ്വംഭരൻ തന്നെ സൂചിപ്പിച്ചു, റാമനും സംഗീത 2 അധ്യാപകർക്കെതിരെയാണ് ആരോപണമുള്ളത്. ഈ അധ്യാപകർക്കെതിരെ ഇത്തരത്തിൽ വളരെ സ്പെസിഫിക്കായ ആരോപണം ഉന്നയിക്കാൻ നേരത്തെ ഇതല്ലാതെ, ഇപ്പോൾ പറഞ്ഞതല്ലാതെ നേരത്തെയും ഇതിനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരം സൂചനകൾ എന്തൊക്കെയാണ് ശ്രീ വിശ്വംഭരൻ? അധ്യാപകർക്കെതിരെ ഞാൻ തുറന്നു പറയാം, ഈ മരണത്തിൻ്റെ പിന്നിൽ ഈ അധ്യാപകനാണ്. ഈ മരണത്തിന് പിന്നിൽ ഈ അധ്യാപകർ തന്നെയാണ്. ഈ അധ്യാപകരെ മാതൃകാപരമായുള്ള ശിക്ഷ, നിയമപരമായ ശിക്ഷ കൊടുക്കാതെ അവരുടെ ബന്ധുക്കളായ ഞങ്ങളും CPM എന്ന് പറയുന്നൊരു പ്രസ്ഥാനവും അടങ്ങിയിരിക്കില്ല എന്ന് ഞാനിതാ നിങ്ങളോട് തുറന്നു പറയുകയാണ്. തീർച്ചയായും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, ഒപ്പം വിനീത വിജയൻ KDF സംസ്ഥാന സെക്രട്ടറിയും നമ്മോട് ചർച്ചയെ സമ്പന്നമാക്കാനായുണ്ട്. ശ്രീ PS സഞ്ജീവ്, അതായത് ഈ രോഹിത് വെമുലമാരെ സൃഷ്ടിച്ച ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ, അവർ ഇപ്പോഴും പല ഘട്ടങ്ങളിലായി ഒളിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളിൽ അവർക്ക് കയറാൻ വഴികളില്ല. പക്ഷേ അവർ കയറുന്ന സ്ഥലങ്ങളിൽ അത് പതുങ്ങിയിരുന്ന് നടപ്പാക്കുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് ക്ഷേത്രങ്ങളിലുണ്ട്, ഒപ്പം ഈ മറ്റ് സ്ഥാപനങ്ങളിലുണ്ട്, ഇതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുണ്ട്. ഇങ്ങനെ ഉള്ളവരാണ് ഈ ജാതി വെറി കാട്ടി ഈ മനുഷ്യനെ, ഈ വിദ്യാർത്ഥിയെ, നല്ല പഠിക്കുന്നവനെ കൊന്നുകളഞ്ഞത്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ, പ്രതീക്ഷയെ കൊന്നുകളഞ്ഞത്. കേരളത്തിൻ്റെ ഗവർണർ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചാൻസലർ കൂടിയായിരിക്കുന്ന ആൾ, കേരളത്തിൽ താൽക്കാലിക VC മാരായി നിയമിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ, അവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ
അവരുടെ ഈ കാലഘട്ടത്തിലെ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമാകും. എന്തുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങി ഇത് പറയാൻ കഴിഞ്ഞത്? ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ നമുക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിഷയം എടുക്കാം. കാര്യവട്ടം ക്യാമ്പസിൽ 20 വർഷമായി സംസ്കൃതം പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ഒരു അധ്യാപിക, ആ അധ്യാപിക എന്താ പറഞ്ഞത്? സംസ്കൃതം പഠിക്കാൻ നിനക്ക് അവകാശമില്ല, അത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെയാണ്. പണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ചെവിയിൽ ഈഴമൊഴിച്ചേനെ, ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയാനുള്ള ധൈര്യം കാണിച്ചത്? മുകളിലിരിക്കുന്ന VC ഒന്നും ചെയ്യില്ല എന്നറിയാം. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മൾ സമരവുമായി ചെന്നപ്പോൾ ആ സമരത്തെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്കാണ് അവർ പെരുമാറിയത് എന്ന് മാത്രമല്ല, അവർക്ക് പിന്നീട് അംഗീകാരം കൊടുത്തു. പോണ്ടിച്ചേരി സർവകലാശാലയിലും മറ്റ് വ്യത്യസ്ത സർവകലാശാലയുടെ ഉയർന്ന പദവികൾ കൊടുത്തുകൊണ്ട്, അതും ഈ രാജ്യത്തെ സർക്കാർ വക. അതായിരുന്നില്ലേ സ്ഥിതി? അവിടെയും അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സർവകലാശാലയിൽ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോ റൂമിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള സംഘപരിവാറുകാർ ആ സർവകലാശാലയുടെ നടുമുറ്റത്ത് വന്നു നിന്ന് ജാതി പറഞ്ഞു. ഇവരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. ഇവരുടെയൊക്കെ താൽക്കാലിക VCമാരായി, രജിസ്ട്രാർമാരായി, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളായി, സെനറ്റ് അംഗങ്ങളായി ഇവരെയൊക്കെ നിയമിച്ച്, ഡീനുകളായി നിയമിച്ച് പതുക്കെ സംഘപരിവാർ അതിൻ്റെ ദ്രംഷ്ടകൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ, മതനിരപേക്ഷ ബോധ്യത്തിൽ, ജാതിവിരുദ്ധ സമരത്തിന് നമ്മുടെ ഉൽപ്പന്നമായി നമ്മൾ ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മൂല്യങ്ങളിൽ അവർ ദ്രംഷ്ട ഇറക്കി കഴിഞ്ഞു. അതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് രോഹിത് വെമുല ആക്ട്. രോഹിത് വെമുലയുടെ അമ്മ സുപ്രീം കോടതി വരെ പോയി ഒരു നിയമം പാസ്സാക്കി കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തി. SC, ST, OBC വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അവർ രാജ്യത്തെ സർവകലാശാലകളിൽ IIT, IIM, നമ്മുടെ മറ്റ് സർവകലാശാലകൾ എല്ലാവിടെയും നേരിടുന്ന അട്രോസിറ്റീസിനെതിരെ ഒരു നിയമം, ആ നിയമം സുപ്രീം കോടതി കൊണ്ടുവരാൻ വേണ്ടി ശുപാർശ കൊടുത്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പിലാക്കി ഒരാഴ്ചക്കുള്ളിൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത സമരം, ആരുടെ നേതൃത്വത്തിൽ? സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തി അതിനെ സ്ക്രാപ്പ് ചെയ്യിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോധം രാജ്യത്ത് വളർന്നു വരികയാണ്. ആ ബോധത്തിൻ്റെ മറ്റൊരു പതാകവാഹകനാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഈ BDS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അദ്ദേഹം എന്താ പറയുന്നത്? വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നത് ജാതിപരമായി, അവരുടെ ശരീരത്തെ അപമാനിച്ചുകൊണ്ട്, അവരുടെ നിറത്തെ അപമാനിച്ചുകൊണ്ട്, അവരുടെ മതത്തെ അപമാനിച്ചുകൊണ്ട്, അവരുടെ സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടുകളെ ഒക്കെ അപമാനിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്, ക്ലാസ് മുറിയിൽ പോലും. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. എന്നാൽ ഞങ്ങളുടെ അനുഭവം പറയാം. ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പരാതികൾ ഉണ്ടാവാറുണ്ട്. ആ പരാതിയുമായി ടേക്കപ്പ് ചെയ്ത് അവിടത്തേക്ക് വിദ്യാർത്ഥി വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലതവണ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ ഇവരെങ്ങനെയാണ് ഒതുക്കുകയെന്നറിയോ? ഈ വിദ്യാർത്ഥികളെ, ഇരയായ വിദ്യാർത്ഥിയെ എന്തു ചെയ്യും? സ്വാഭാവികമായും ആ ഇരയായ വിദ്യാർത്ഥിയെ പല വിധത്തിൽ ക്യാൻവാസ് ചെയ്ത് പരാതിയില്ലാത്ത വിധം ഒതുക്കും. പിന്നീട് അതിനപ്പുറത്തേക്കും പരാതിയുമായി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കാഡമിക്സ്, അവരുടെ വിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർക്ക് തുടരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. ഞങ്ങളുടെ ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ മാത്രം ലിസ്റ്റ് ചെയ്ത് നോട്ടീസ് ബോർഡിലിട്ട് അവരെ പുറത്താക്കാൻ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ്, അറ്റൻഡൻസ്, മറ്റ് വൈവ, പല കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കാൻ തീരുമാനിക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവർക്കെതിരെയുള്ള നിയമം കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ വകുപ്പ് തലത്തിലോ ഇടപെട്ടാൽ ഇവർ നേരെ പോവുക കോടതികളിലാണ്. കോടതികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. എന്താ വിമർശനം? പലപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള ക്യാമ്പസുകളെ ഓട്ടോണമസ് ആക്കി ഇത്തരത്തിലുള്ള നരകതുല്യമായ അറവുശാലകളാക്കാൻ നേതൃത്വം കൊടുക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ഈ നീതിന്യായ വ്യവസ്ഥക്കും പങ്കുകൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അവർ അത് വെച്ചിട്ടുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സംഘപരിവാർ ബോഡിയുടെ, അവരുടെ ഈ തെറ്റായ നയങ്ങളുടെ, നിലപാടുകളുടെ തുടർച്ചയിൽ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. ജാതിബോധത്തിൻ്റെ, വർണ്ണബോധത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരുപാട് ജാതിഭ്രാന്തന്മാർ വ്യത്യസ്ത ക്യാമ്പസുകളിൽ ഉണ്ട്. അവരെ ഇന്നിപ്പോൾ സർക്കാർ ചെലവിൽ തന്നെ ചുമതലപ്പെടുത്തി അവർ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ സ്വകാര്യ സ്ഥാപനങ്ങളിലായിരുന്നു. അതൊക്കെ അവരിപ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലേക്ക് പോലും അവർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിലുള്ള ആളുകളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് പോലും നമുക്ക് കാണാം VCയുടെ പേരിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്താ കേരള VCയുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെയും നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആ നിലയിൽ SFI മനസ്സിലാക്കുന്നത് ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ ഇതിന് മറ്റൊരു സാമ്പത്തിക ചുറ്റുപാടും കൂടിയുണ്ട്. ഓട്ടോണമസ് കോളേജുകളെ തുറന്നു വിട്ടതാരാ?
വലതുപക്ഷ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കേരളത്തിൽ ഓട്ടോണമസ് രജനി എസ് ആനന്ദ് എന്തിനാ ആത്മഹത്യ ചെയ്തത്? ഇതൊക്കെ നമുക്കറിയാം. പണം കൊടുക്കാനില്ലാഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ച UDF ഭരണകാലത്തിനെതിരെയുള്ള ഒരു സ്വയം സമരമായിരുന്നു, ഒരു രക്തസാക്ഷിയായിരുന്നു രജനി എസ് ആനന്ദ്. ആ രജനി എസ് ആനന്ദ് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് അന്നത്തെ UDF സർക്കാരാണ്. സ്വയംഭരണ കോളേജുകളെ തുറന്നുവിട്ട്, ആൻ്റണി അന്ന് തുറന്നുവിട്ട സ്വയംഭരണ കോളേജുകൾ ഇന്ന് കേരളത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി, ഭീഷണിയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്. അതിനെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോവാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സംഘപരിവാറിനും കോൺഗ്രസിനുമുള്ള നിലപാട് ഏകദേശം ഒന്ന് തന്നെയാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണമാണിത്. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിച്ചു. ആ കച്ചവടവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ രാഷ്ട്രീയ, ജനാധിപത്യ, മറ്റ് സംവിധാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണം, വിദ്യാർത്ഥി സംഘടനകളെ ഒഴിവാക്കണം. ആ വിദ്യാർത്ഥി സംഘടനകളെ ഒഴിവാക്കാൻ കോടതി വിധി, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇന്നിപ്പോൾ പതുക്കെ സംഘപരിവാർ അത് പിടിച്ചടക്കുകയാണ്. കോൺഗ്രസ് വഴിമരുന്നിട്ടു, സംഘപരിവാർ അത് ഏറ്റെടുക്കുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ന് കൊല ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വിദ്യാർത്ഥിയുടെ കൂടെ നിന്ന് അവന് നീതി വാങ്ങിക്കൊടുക്കാൻ, അവനോട് കുടുംബത്തോടൊപ്പം അണിചേരാൻ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നിന്നും കുറച്ചപ്പുറത്തേക്ക് കടന്ന് അവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോയി തൻ്റെ പഠനം നടത്താനാണ് തീരുമാനിച്ചത്. ആ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു കാര്യം, അയാളുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും ഒരുപാട് പണം ചെലവഴിച്ചാണ്, ലോൺ എടുത്തും കടം വാങ്ങിയും ഒക്കെയാണ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. എങ്ങനെയെങ്കിലും സഹിച്ച് കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റുമായി തിരികെ വന്നൊരു ജോലി നേടുക എന്നുള്ള തൻ്റെ സ്വപ്നത്തെയാണ് ഇത്തരത്തിലുള്ള ജാതി ഭ്രാന്തന്മാർ, ഇത്തരത്തിലുള്ള മതവർഗീയവാദികളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിച്ചേ മതിയാകൂ. ഇതൊരു രാഷ്ട്രീയ പ്രോസസ്സാണ്, ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ഉറക്കെ പറയാറുണ്ട്, ജാതീയത മറികടന്നത്, വർണ്ണവിവേചനം മറികടന്നത് നമ്മൾ വലിയ സമരങ്ങളിലൂടെയാണ്. ഇന്ന് ആധുനിക കാലത്ത് ആധുനിക രീതിയിലാണ് ഇതൊക്കെ നടത്തുന്നത്. ഇത് മറികടന്നത് അത് കാതലായ ഒരു കാര്യമാണ് സഞ്ജീവ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീമതി വിനിത വിജയൻ നോക്കൂ, ഈ UGCയുടെ തന്നെ കണക്ക് പ്രകാരം ജാതിവെറി 2019-20 ഏതാണ്ട് 173 അത് 23-24 കാലയളവിലാകുമ്പോൾ 378 ഉയരുകയാണ്. ഇപ്പോഴാകട്ടെ 1160 പരാതികൾ ജാതിവെറിയുമായി ബന്ധപ്പെട്ടെത്തുകയാണ്. വിപിൻ വിജയൻ നേരിട്ടത് കേരളയിൽ, പിന്നീട് മഹാത്മാഗാന്ധിയിൽ ദീപാ മോഹൻ നേരിട്ടത്, ഇതൊക്കെ സഞ്ജീവ് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജാതിവെറി എന്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് ഇത് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. അതെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം UGC പറയുന്ന കണക്കിനും അപ്പുറത്താണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കണക്കുകൾ. 1222 വിദ്യാർത്ഥികളാണ് 2014 മുതൽ 2024 വരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന്, ഞാൻ ആത്മഹത്യ എന്നതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിതിൻ രാജിൻ്റെ മരണം ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് മാത്രമല്ല ജാതി കൊലപാതകം തന്നെ, കൊലപാതകം എന്ന് തന്നെയാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. കാര്യം നിതിൻ മരണപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ 11 മണിക്ക് നിതിൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, വൈകുന്നേരം വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാതാപിതാക്കളോട് പറയുന്ന ഒരു വിദ്യാർത്ഥി ഉച്ചയ്ക്ക് 2 മണിക്ക് മരണപ്പെട്ട നിലയിൽ കാണുകയാണ്. അതിനെ നമ്മൾ ആത്മഹത്യ എന്ന എന്തടിസ്ഥാനത്തിലാണ് നമുക്ക് തീരെഴുതാൻ സാധിക്കുക? അത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള കൊലപാതകം തന്നെ ആകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ഇടം, അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ഥാപനവൽകൃതമായ ജാതി കൊലപാതകങ്ങൾ ഈ കാലം വരെ, ഈ കഴിഞ്ഞ 10 വർഷത്തെയോ 12 വർഷത്തെയോ കണക്കുകൾ മാത്രമല്ല, നമ്മൾ രോഹിതിൽ നിന്ന് തുടങ്ങിയാൽ പോലും രോഹിതും പായൽ തദ്വിയും ഫാത്തിമ ലത്തീഫും ദർശൻ സോളങ്കിയും ഒക്കെ ഒരേ കാരണത്താൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ്. ഭാവി പ്രതീക്ഷകളായിട്ടുള്ള, ദേശത്തിൻ്റെ പ്രതീക്ഷകളായിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ജാതി കൊലയ്ക്ക് ഇരയാവുന്നത്. അതിൻ്റെ അറ്റത്ത് ഇനി ഇത് അവസാനത്തേതെന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം നമുക്ക് ജാതിയില്ല എന്ന് നമ്മൾ വിളംബരം നടത്തിയത് കൊണ്ടോ പ്രഖ്യാപനം നടത്തിയത് കൊണ്ടോ കാര്യമില്ല. നമുക്ക് ജാതി ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. കേരളത്തിലെ ക്യാമ്പസുകൾ വർഗീയതയെ മാത്രം നേരിട്ടാൽ പോരാ, വംശീയതയെയും ജാതി വെറിയെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകണമെന്നാണ്. ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവരുതെന്ന് അതാണ് വിനിത വിജയൻ. ഇപ്പോൾ ഈ നിതിൻ രാജ് അവൻ്റെ ജാതി ഉപേക്ഷിക്കാം, അവൻ്റെ മതം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അവൻ വേറൊരു രീതിയിൽ പുരോഗമനം മേ ബി, ഞാൻ നിതിൻ രാജ് മാത്രമല്ല ആരാ, പക്ഷേ അവനെ ആ ജനിച്ച ജാതിയിൽ കാണുന്നത് മറ്റുള്ളവരാണ്. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ നമ്മൾ ആ കുട്ടിക്കൊപ്പം, ആ വിദ്യാർത്ഥിക്കൊപ്പം, അവൻ്റെ കുടുംബത്തിന് നീതിക്കൊപ്പം, ഇപ്പം ഇനി നിതിൻ രാജിൻ്റെ നീതി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവൻ എല്ലാ നീതിയും നിഷേധിക്കപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുക തന്നെ ചെയ്തത്. അവിടെ നിന്ന് പോകുമ്പോൾ
നമ്മൾ നിതിൻ രാജിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനടക്കം ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കണമെങ്കിൽ അജിംഷാദ്, എനിക്ക് വളരെ വിഷമമുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിൽ FIR നമ്പർ 0202, അതാണ് നിതിൻ രാജിൻ്റെ ഇന്ന് 10/4/2026 രജിസ്റ്റർ ചെയ്ത കേസ്. ആ സെക്ഷനിൽ ആ FIRൽ ആകെ ഇട്ടിരിക്കുന്ന ഒരു സെഷൻ 194 ആണ്. അത് ഏത് സെഷനാണ് നിങ്ങൾക്കറിയാം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേവലം 1 മാസം മാത്രം പരമാവധി തടവ് ശിക്ഷയോ 1000 രൂപ പിഴയോ മാത്രം ചുമത്താവുന്ന ഒരു കുറ്റമാണ് നമ്മൾ ഈ പറയുന്ന ഓറൽ പത്തോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ MK റാം, അതുപോലെ റീഡറായിട്ടുള്ള KT സംഗീത നമ്പ്യാർ, വാർഡൻ കമൽ, ഈ 3 പേരുമാണ് കൃത്യമായ ജാതി അധിക്ഷേപവും ജാതി വിവേചനവും മരണകാരണമായേക്കാവുന്ന തരത്തിലുള്ള ഈ കുട്ടി നേരിട്ട പീഡനങ്ങൾക്കും ഇരയായതെന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്ര ലാഘവത്തോടു കൂടി. അത് ഒരുപക്ഷെ FIRന്റെ കാര്യം പരിശോധിച്ചത് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അവർ അന്വേഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ FIRന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ SC/ST അട്രോസിറ്റി കേസുകൾ വരുമ്പോൾ, ജാതി കൊലപാതകങ്ങളുടെ കേസുകൾ വരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് ഒരു പതിവാണ്. പ്രത്യേക അന്വേഷണ സംഘം മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായി പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കില്ല. ഞാൻ കടത്തിയൊരു കാര്യം പറയാം. ഒരു കൈവെട്ട് കേസ് ഉണ്ടായതിനു ശേഷം ഇവിടെ ആരും അത്തരത്തിൽ മതവിമർശനപരമായിട്ടുള്ള ഒരു പ്രസംഗമോ ഒരു വാചകമോ എഴുതുന്നതിന് മുമ്പ് രണ്ടാമൊന്നും ആലോചിക്കും. കേരളത്തിലെ ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദളിതരായിട്ടുള്ള മാതാപിതാക്കൾ ആയുധമെടുക്കേണ്ട ഗതികേടിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഇത് പക്ഷേ അത് ഈ സ്വത്വരാഷ്ട്രീയം ഉയർത്തുന്ന അങ്ങനെ പോയാൽ ഈ എതിരാളികൾ തന്നെയാകും വിജയിക്കുക. അത് ചെയ്യരുത്. നമ്മൾ ജനാധിപത്യ മാർഗത്തിൽ നിവർത്തിയില്ല ജിംഷാദ്. കാരണം അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിരന്തരം കടന്നു പോകുന്നത്. നിങ്ങൾ പറയുന്ന ഈ ഘടനാപരമായിട്ടുള്ള വിവേചനം എന്ന് പറയുന്നത് മാർക്കിങ്ങില്, വൈവ, ഇന്റേണൽ അസസ്മെന്റ്, ക്ലാസ് റൂമിലും ലാബിലും അവർ നേരിടുന്ന വിവേചനങ്ങൾ, ഇതെല്ലാം ഘടനാപരമായ വിവേചനങ്ങളാണ്. ഇത്തരത്തിൽ നേരിട്ട ഒരാളാണ് നിതിൻ രാജ്. സോഷ്യൽ ഐസൊലേഷൻ അവൻ നേരിട്ടിട്ടുണ്ട്. കോട്ട സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊക്കെ എഴുത്തും ഇപ്പോൾ വിപിൻ വിജയൻ നേരിട്ടതോ അതുതന്നെയാണ്. എഴുത്തും വായനയും പോലും അറിയാതെ നീയൊക്കെ എങ്ങനെ ഇവിടെ എത്തി? കോട്ട സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണെന്നാണ് ആരോട് പറയുന്നത്. +2-നും 10ാം ക്ലാസ്സിലും ഉന്നത മാർക്ക് വാങ്ങി പാസ്സായി, എൻട്രൻസ് എഴുതി പാസ്സായി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവൻ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ ചെല്ലുന്ന കുട്ടിയോട് നീയൊക്കെ കോട്ട സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ്, സംവരണീയരായതുകൊണ്ടാണ് നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് അവൻ നേരിടുന്നത് സോഷ്യൽ ഐസൊലേഷനാണ്. മൂന്നാമത്തേതും കൂടി ഞാൻ പറഞ്ഞത് അക്കാഡമിക് ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത്. രോഹിത് വെമുല നേരിട്ടത് അതായിരുന്നു. അതൊരു പക്ഷേ ഇവിടെ നേരിട്ടിട്ടുണ്ടാവില്ല. രോഹിത് വെമുലയുടെ സ്കോളർഷിപ്പും ഫെലോഷിപ്പും അടക്കം തടഞ്ഞു വെച്ചത് മാത്രമായിരിക്കാം ഇവിടെ ഒഴിവാക്കപ്പെട്ടത്. ന്യായമായിട്ടുള്ള പരാതികൾക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഇന്റേണൽ കംപ്ലൈൻറ്റ് സെല്ലുകൾ നമ്മളുടെ വിദ്യാഭ്യാസം. ഞാൻ ഒരു കാര്യവട്ട യൂണിവേഴ്സിറ്റിയിലെ തന്നെ പോസ്റ്റ് ഡോക്ടർ ഫെലോയാണ്. എനിക്കറിയാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അധ്യാപികയായിട്ട് കോളേജുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അത്തരത്തിൽ നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. കുട്ടികളുടെ ന്യായമായ പരാതികൾക്ക് പോലും പരിഹാരം ഉണ്ടാകാതിരിക്കുക, പരാതി ഉന്നയിക്കുന്ന അധ്യാപകർ പ്രതികാര നടപടി സ്വീകരിക്കുക, അത് ഭയന്ന് കുട്ടികൾ വിദ്യാഭ്യാസം തന്നെ ഉപേക്ഷിച്ചു പോകുക, ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് നിരന്തരം കാണേണ്ടി വരുന്നത് കൊണ്ടാണ് ജിംഷാദ് ഞങ്ങൾക്ക് കടത്തി പറയേണ്ടി വരുന്നത്. ഇനി കേരള സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്. നിങ്ങളെന്ന് തിരിച്ചു പറയുന്നില്ല, നമ്മൾ തന്നെയാണ്. സോറി. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഈ ഒരൊറ്റ കാര്യം പറയാം, ഇവിടുത്തെ ദളിതരും ആദിവാസിയും മാത്രമാണ്. ഒരു സമുദായത്തിനും അർഹതപ്പെടാൻ അത് പറ്റില്ല. കാരണം ദളിതരും ആദിവാസികളും മാത്രമാണ് ശരീരത്തിൽ ചൂഷണത്തിൻ്റെ ദുർമേധസ്സില്ലാത്ത വിഭാഗം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ ശരീരത്ത് ചൂഷണത്തിൻ്റെ ദുർമേധസ്സുകൾ കാണാം. ഞാൻ താങ്കളെ സാന്ത്വനപ്പെടുത്താൻ പറയുന്നതല്ല, അങ്ങനെ ഒരു തേൻതൂവലല്ല. മറിച്ച് ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ തീവ്രതകളിലേക്ക് പോകാതെ തന്നെ ജനാധിപത്യ മാർഗത്തിൽ നമുക്ക് അവകാശങ്ങൾ, തുല്യത നേടിയെടുക്കാനുള്ള ഒട്ടേറെ സംരംഭങ്ങളുണ്ട്, വേദികളുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ദളിതിൻ്റെ ശത്രുക്കൾ തന്നെയാകും, അല്ലെങ്കിൽ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ശത്രുക്കൾ തന്നെയാകും അവർ തീവ്രവാദം കാട്ടി നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുക, മതേതരവാദികൾ. അപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷകളുണ്ട്, നിയമമുണ്ട്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ട്. അതിൽ നമുക്ക് ജനാധിപത്യമായ പോരാട്ടങ്ങൾക്കുള്ള വേദിയുണ്ട്. ഇവിടെ ഞാൻ വിശംബരനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഞാൻ തിരിച്ചെത്താം വിനിത വിജയൻ, തിരിച്ചെത്താം. വിശംബരൻ, ഒരു കാര്യം, അതായത് ഈ
നിതിൻ്റെ ശരീരം എടുക്കാനായി ചെന്നപ്പോൾ അതിൽ ഇപ്പോൾ വിനീത വിജയനും അത് സൂചിപ്പിച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കൊലപാതകമാണ്. ഒരു ആത്മഹത്യയാണെങ്കിൽ പോലും അതിനൊരു കൊലപാതകത്തിൻ്റെ മെറിറ്റുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള ഘടകങ്ങൾ പോലും അവിടെയുണ്ട്. 3 പേരുടെ പേര്, അധ്യാപകരായ റാം, സംഗീത, പിന്നീടൊരു അറ്റൻഡർ കമൽ, ഇവരുടെ 3 പേരുടെയും പേരിൽ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ശരീരം എടുക്കാൻ പോയപ്പം എല്ലിൻ്റെ പൊട്ടലും ഒക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ടല്ലോ, അതെന്താണ്? ഇത് ഒരു സംശയം ധ്രുവീകരിക്കേണ്ട കാര്യങ്ങളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് യാതൊരുമായ ഒരു ഉടുവസ്ത്രവുമില്ലാതെ വെറും നഗ്നമായി കിടത്തിയാണ് ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്രയും 3 നിലയിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള അത്ര ഒരു മാരകമായ ഒരു മുറിവ് ആ നിതിൻ രാജിൻ്റെ മൃതശരീരത്തിൽ ഉണ്ടായതായി കാണാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് മരണം സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന തരത്തിലുള്ള മുറിവ് ഞങ്ങൾ കണ്ട സമയത്ത് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലാതെ അതെങ്ങനെ മരണപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. സഞ്ജീവ്, സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം പോലെയല്ല, വളരെ സങ്കീർണമാണിത്. മാത്രമല്ല, ഈ നിതിൻ രാജ് മരിച്ചു വീണ് കിടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്നതാണ്. മാത്രമല്ല, ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചു, കൃത്യമായി അവരെ പിടികൂടുന്നതിലേക്ക് നയിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഈ കുടുംബവും വിനീത വിജയനും ഒക്കെ ആരോപിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് പല വിധത്തിലുമുള്ള, അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് എങ്കിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങൾ, അത് വാക്കുകളുടെയും അധിക്ഷേപങ്ങളുടെയും അല്ല, ശാരീരികമായ പീഡനങ്ങൾ. കാരണം കൈ വെട്ടിക്കളയും ഈ ഗേറ്റിൽ നിന്ന് പുറത്തു പോയാൽ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് അധ്യാപകർ മാറുന്നത് എങ്ങനെയാണ്? ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയാണ് അധ്യാപകർ മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അവർ താഴെയിട്ടതാണോ എന്നവർ സംശയിക്കുന്നു. കാരണം അതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ, മീൻസ് ശരീരത്തിൻ്റെ അവരുടെ നിരീക്ഷണങ്ങളിലുള്ള കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പൂർണ്ണമായും പുറത്തെത്തുമ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയാനാകൂ. എന്തായാലും അതും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് സഞ്ജീവ്, അല്ലേ? തീർച്ചയായും ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതയുണ്ട്. ഈ ക്യാമ്പസിനെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ശ്രീമതി കെ ശൈലജ ടീച്ചർ സഖാവ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ തലവരിപ്പണവുമായി ബന്ധപ്പെട്ട് ചില MBBS കോളേജുകളുടെ അംഗീകാരം എടുത്തു കളഞ്ഞിരുന്നു, കരുണ കോളേജ് ഉൾപ്പെടെ. അതിൽ ഒരു കോളേജാണ് ഈ പറഞ്ഞ കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി. അപ്പോൾ പോസ്റ്റ്മോർട്ടം അവിടെ പഠിപ്പിക്കാറ് വീഡിയോ കാണിച്ചാണ്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് വിദ്യാർത്ഥികളെ, അടുത്ത തലമുറക്ക് നൽകേണ്ട, നമ്മളെയൊക്കെ ശുശ്രൂഷിക്കേണ്ട ഡോക്ടർമാരെ അവർ ലക്ഷക്കണക്കിന് രൂപ സെമസ്റ്ററിന് വാങ്ങി പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർ പണ്ട് പഠിപ്പിക്കാറ് വീഡിയോ കാണിച്ചാണ്. അപ്പം അങ്ങനെ വലിയ തരത്തിൽ സമരമൊക്കെ നടന്ന ആ ക്യാമ്പസ് അന്ന് 3-4 വർഷം അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് MBBS ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായി സമരം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷത്തിന് മുന്നോടിയായിട്ട് ഞങ്ങളൊക്കെ ആ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി വന്നപ്പോൾ അവിടെ ഞങ്ങളൊരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിൽ പങ്കെടുത്ത 1-2 അവിടുത്തെ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ആ മാർച്ചിൽ പങ്കെടുത്തു. അവ മാനേജ്മെൻറ്റിനെതിരെ സമരം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ പിറ്റേ ദിവസം അവരുടെ പേര് അവിടുത്തെ നോട്ടീസ് ബോർഡ് കിടക്കുകയാണ്. അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻറ്റേർണലായി ഉയർന്നു വരേണ്ട ചില പ്രതിഷേധങ്ങളുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നവീൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ ആരും വന്നിട്ടില്ല. പല വിദ്യാർത്ഥികളും അവിടെ ഇല്ല. ഈ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നിട്ടില്ല, അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും വന്നിട്ടില്ല. ഒരു ക്യാമ്പസിൽ നിന്ന് നമ്മളൊരു വിദ്യാർത്ഥി ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട ചില പ്രതികരണങ്ങളില്ലേ? അവിടെ തന്നെ നമ്മൾ പൊതുദർശനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞാൻ തന്നെ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ പൊതുദർശനം വെച്ചിട്ടുള്ളത് 5 മിനിറ്റാണ്. എന്നിട്ട് ആ ക്യാമ്പസിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ നടത്തി മരണം ഉറപ്പിച്ചതിന് ശേഷം, മരണം സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് കാര്യങ്ങൾക്ക്, നടപടിക്രമങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അത്യന്തം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കടന്ന് കയറാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെയും ഇവർ പ്രതിരോധിക്കുന്നത് ഈ തരത്തിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാണ്. നമ്മളൊന്ന് കാണേണ്ടത് ഇത്തരം ക്യാമ്പസുകളിൽ, ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പസുകളിൽ ഈടാക്കുന്ന പണം, ആ പണം എന്ന് പറയുന്നത് നമ്മളൊരു സെമസ്റ്ററിന് വലിയ പണം കൊടുത്താണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത്, ലോൺ എടുത്തും മറ്റൊക്കെ. അപ്പോൾ ആ പണം ചിലവാക്കി പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തിയാണ് പല ജനാധിപത്യ ധ്വംസനങ്ങളും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെതിരെ സംസാരിച്ചാൽ നിങ്ങളെ പുറത്താക്കുമെന്നുള്ള ഭീഷണിയാണ് നടത്തുന്നത്. ഇത് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ടെന്നേ.
ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് വരച്ചു കാണിക്കാൻ പറ്റും. ഇവിടെ മാത്രമല്ല. ഇപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയും, മലപ്പുറം ജില്ലയിലെ ഒരു ലോ കോളേജിൽ, പേര് KMCT ഗവൺമെൻറ് കോളേജ്, അവിടെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, മത്സരിച്ചു, മുദ്രാവാക്യം വിളിച്ചു എന്നതിന് പേരിൽ 50 പേരെ സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലൊരു ക്യാമ്പസാണ്. അവിടെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാമ്പസിൽ ഇന്ന് നടത്തി, സർവകലാശാലയുടെ ഓർഡർ പ്രകാരം നടത്തി, യൂണിവേഴ്സിറ്റി ബൈലോ പ്രകാരമുള്ള ഒരു പ്രോസസ്സ് നടത്തിയതിൽ അതിന് പങ്കെടുത്തതിൻ്റെ പേരിൽ നടപടിയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. ഇത് നടത്തിയോ എന്ന് യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ നടത്തി എന്ന് കാണിക്കാൻ വേണ്ടി നാളെ ഒരാൾ പോലും സംഘടനാപരമായി ഇതിലൊന്നും വന്നുകൂടാ. നാളെ ഞങ്ങൾ പറയുന്ന ആളുകൾ ഇന്നാൾ ചെയർമാൻ, ഇന്നാൾ വൈസ് ചെയർമാൻ, ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ഭീഷണിയുടെ രാഷ്ട്രീയമാണ്. ആ ഭീഷണിയുടെ പ്രവർത്തനമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ആ ഭീഷണിയുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിതിൻ രാജും നേരിട്ടത് ഇതേ പ്രശ്നമാണ്. അപ്പോൾ ആ നിലയിലാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെയും ഈ പ്രശ്നം നിലനിൽക്കുന്നത്. അവിടുത്തെ ഈ അധ്യാപകൻ്റെ ഇടപെടൽ, ആ അധ്യാപകൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. ആ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അക്കാദമിക്കിലെ പ്രശ്നങ്ങൾ, അക്കാദമിക് രംഗത്തെ വിഷയങ്ങൾ, ആ പരാതിയെ മുൻനിർത്തിക്കൊണ്ട് ഇടപെടാൻ അവർക്ക് കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പരിമിതി എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കയറി ചെല്ലുമ്പോൾ ഇവരുടെ മുൻനിർത്തിക്കൊണ്ട് നാളെ ഒരു സാമൂഹ്യ മാറ്റത്തിന്, ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഈ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു സമരത്തിന് പോയാൽ ആ വിദ്യാർത്ഥികളെ പിന്നീട് ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് പരാതിയില്ലെന്ന് പറയിപ്പിക്കുക. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി എന്താവും? ആ സമരം ഉയർത്തിപ്പിടിക്കുന്ന കോസ് ഇല്ലാതാവും. ഇങ്ങനെയാണ് പലതിനെ ഇവർ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിനിയെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ കൂടിയിട്ട് ശാരീരികമായി പീഡിപ്പിച്ചു. അങ്ങനെ തന്നെ, ഒരു സംശയമില്ല, അതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷെ ഞങ്ങളവിടെ സമരം നടത്തി ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്ക് പരാതിയില്ലെന്ന് ആ കുട്ടിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചിരിക്കുന്നു. എവിടെ എത്തി? അപ്പോൾ ആ നിലയിലാണ് പല ക്യാമ്പസുകളിലും കാര്യം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭീഷണിയുടെ അന്തരീക്ഷം എങ്ങനെ നിലനിൽക്കുന്നു? ആ ഭീഷണിയുടെ അന്തരീക്ഷം ഇല്ലാതാവണം. ഈ പറഞ്ഞ അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പഠിപ്പിച്ചില്ലേ പല അധ്യാപകരും? ഇങ്ങനെയാണ് അധ്യാപകരെന്ന് വിളിക്കുന്ന. ഒരു സാമൂഹിക മാറ്റത്തിന്, ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇടപെടുന്ന ആളുകളാണ് അധ്യാപകൻ. ആ അധ്യാപനം നടത്തി ഒരു വ്യക്തിയിൽ വ്യക്തിത്വ വികാസം സംഘടിപ്പിച്ച് അയാളെ നല്ലൊരു പൗരനാക്കി തീർത്ത് ഈ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആ വിവേചന ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് പകരം അറവുശാലകളുടെ ഈ ലാഭക്കൊതിയുടെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ കേന്ദ്രത്തെ മാറ്റുന്നതിൽ ഒട്ടനവധി കാരണമുണ്ട്. അതിൽ സാമൂഹിക കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആത്യന്തികമായി പറയാനുള്ളത്, ഇതിൽ ശക്തമായ ഇടപെടൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടാകണം, ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകണം. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൃത്യമായി രാഷ്ട്രീയ അവബോധം ഉണ്ടാകണം. ആ രാഷ്ട്രീയ അവബോധത്തിൻ്റെ ഭാഗമായി ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, ഈ ഭരണഘടനയെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഭരണഘടന പഠിപ്പിക്കാൻ തീരുമാനിച്ചൊരു സർക്കാർ ഉണ്ടായ നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ വി ശിവൻകുട്ടി ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റെ ശക്തമായുള്ള തുടർച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഉണ്ടാകണം. ആ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് നടത്തണം. അത് ശക്തമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളൊരു കൺകറൻറ്റ് ലിസ്റ്റിൽ നമ്മൾ സെൻട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ സെൻട്രലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേരളത്തിലിരുന്ന് നിയമസഭയിലെ 140 MLA-മാരും നമ്മളൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒപ്പിടാതെ ഗവർണർ നിന്ന് കഴിഞ്ഞാൽ ആ നിയമം പിന്നെ ഇല്ല. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തെ സ്റ്റെറൈലാക്കിക്കൊണ്ടിരിക്കുകയാണ് സെൻറ്റർ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും QC ഫെഡറൽ ആണെങ്കിലും നമ്മുടെ സിസ്റ്റത്തെ സ്റ്റെറൈലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ നമുക്കൊരു നിയമം സൃഷ്ടിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സെൻട്രലൈസേഷൻ ഓഫ് പവർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിലയിലേക്ക് കേന്ദ്രം കൂടുതൽ അധികാരത്തെ കൂടുതൽ കേന്ദ്രീകരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ശക്തമായി നടത്തണം. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. രോഹിത് വെമുലയുടെ അമ്മ സുപ്രീം കോടതി വരെ പോയിട്ടൊരു നിയമം ആ സമരത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ആ നിയമത്തെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു സംഘപരിവാർ. എത്ര ഭീകരമാണ് അവസ്ഥ! SC/ST OBC അട്രോസിറ്റി നിയമം ഉണ്ടെങ്കിൽ പോലും ക്യാമ്പസുകളിൽ അത് നടക്കരുത് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു നിയമം നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി നേരിട്ടിടപെട്ടിട്ടൊരു നിയമം നമ്മൾ നടപ്പിലാക്കി. പക്ഷേ ആ നിയമത്തെ ഇതേ സംഘപരിവാർ സ്പോൺസർ ചെയ്ത സമരങ്ങൾ, സവർണ ബ്രാഹ്മണ്യം എന്ത് ചെയ്തു? ഇന്ത്യയിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ടു അക്രമം. എന്നിട്ട് എന്ത് ചെയ്തു? സർക്കാർ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ നിയമം നടപ്പിലാക്കിയാൽ സാമൂഹ്യ പ്രശ്നം ഉണ്ടാവും. ആരുടെ പ്രശ്നം? യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ പ്രശ്നമാണ്. അത് നടപ്പിലാക്കിയാൽ നാളെ ബ്രാഹ്മണ്യത്തിന് ഇടയില്ല.
സവർണ ഫാസിസം നടപ്പിലാവില്ല, സവർണ രീതി നടപ്പിലാവില്ല, സവർണ വിദ്യാഭ്യാസ സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. ഫാത്തിമ ലത്തീഫിനെയും മറ്റുള്ളവരെയും രോഹിത് വെമുലയും ഒക്കെ നാളെ ക്യാമ്പസിലേക്ക് വരരുത് എന്ന് സൂചന കാണിച്ചാണ് അവരെ കൊലപ്പെടുത്തിയത്. ആ സൂചനയെ ഭയപ്പെട്ട് വിദ്യാർത്ഥികൾ പുറകിൽ പോകുന്നവരെ നാളെ വീണ്ടും അവർ ഈ നിയമത്തിൻ്റെ പരിരക്ഷ മുന്നിൽ കണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ കഴിയില്ല. എല്ലാം വിറ്റു തെളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് റെഗുലേറ്റിംഗ് ബോഡി പോലും ഇല്ല. അപ്പോൾ UGC ഇല്ല, AICTE ഇല്ല, എല്ലാ 16ഓളം വരുന്ന റെഗുലേറ്ററിങ് നമ്മുടെ വിദ്യാഭ്യാസ ബോഡികളെ എല്ലാം ഡിസോൾവ് ചെയ്തുകൊണ്ട് പുതിയ HCI വന്നു കഴിഞ്ഞു, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് ഇതിനെയൊക്കെയും ഒറ്റൊരു ബോഡിയാക്കി മാറ്റുകയാണ്. എന്താ ഉദ്ദേശം? എല്ലാ പവറും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ കീഴിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിലേക്കുള്ള വഴിമരുന്നുകളാവുകയാണ് ഇതൊക്കെയും. ഈ ധൈര്യമാണ് ഈ പറഞ്ഞ റാമിനുള്ളത്. എന്ത്? ഈ പറഞ്ഞതുപോലെ ഈ രാജ്യത്തുള്ള നിയമ സംവിധാനം വെച്ച് പല വിധത്തിൽ ഇവർ ഊരിപ്പോകുമെന്നുള്ള ഇവരുടെ വിശ്വാസമാണ്. പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. റാമാണെങ്കിലും ഇത്തരത്തിൽ ആളുകളാണെങ്കിലും ഇവർ നടപ്പിലാക്കുന്ന ഈ തെറ്റായ, ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ അധ്യാപികയാണെങ്കിലും ഇവരൊക്കെയും നടപ്പിലാക്കുന്ന ഈ ജാതിവെറിയുടെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് പറയാൻ ഈ കേരളത്തിൽ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ലെഫ്റ്റിൻ്റെ ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അതിശക്തമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇതിനു വേണ്ടി ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും. അതിന് കൂടുതൽ സർക്കാർ സംവിധാനങ്ങളുടെ സഹായങ്ങളും വേണം. അതിനാവശ്യകരമായ നിയമനിർമ്മാണം ഉണ്ടാകണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇതിനു മുന്നേ ഉണ്ടായ വിഷയങ്ങളും ഒക്കെയും മുൻനിർത്തിക്കൊണ്ട് ശക്തമായ നിയമനിർമ്മാണത്തിലേക്ക് നടക്കണമെന്നും അതോടൊപ്പം പൊതുവിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ ക്രമത്തിൽ അധ്യാപകർ ഏതൊക്കെ വിധത്തിൽ അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിലും ചില കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് നമ്മളൊരു പുതിയ നിയമമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാം, ഏതൊക്കെ തരത്തിൽ ഇടപെടാം, അതിനെക്കുറിച്ചും നമ്മൾ ഇടപെടൽ നടത്തണം. പാരൻറ്റിങ്ങിലാവട്ടെ, ഈ അധ്യാപനത്തിലാവട്ടെ, അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ ശാരീരികമായ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് കൂടി പരിഗണിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ക്രമം മാറണം. മെൻ്റൽ ഹെൽത്തൊക്കെ വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. ആ മെൻ്റൽ ഹെൽത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു പൊതുവിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അധ്യാപകർ നടത്തിയിട്ടുള്ള ഈ ജാതി അധിക്ഷേപം, ആ ക്യാമ്പസ് അതിന് അനുകൂലമായി നിൽക്കുന്ന നിലപാട്, ആ ക്യാമ്പസിൻ്റെ പൊതുനിലപാട്, അത്തരത്തിലുള്ള ഒരുപാട് ക്യാമ്പസുകളുള്ള അത്തരത്തിലുള്ള സ്ഥിതിഗതികൾ മാറ്റിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ ക്രമത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ നാളെ അവിടെ ഒരു മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ മാർച്ചിൽ ഞങ്ങളോടൊപ്പം ആ ക്യാമ്പസിലെ കുറച്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവരെല്ലാവിധ പരിമിതികളും മറികടന്ന് പങ്കെടുക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് പേര് കടന്നു വരുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ അച്ചടക്കത്തിൻ്റെ വാൾ മറികടന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന വിധത്തിലേക്ക് വിദ്യാർത്ഥികളെ പക്വപരമായിട്ടും അവരുടെ അവകാശങ്ങൾ ബോധ്യപ്പെടുത്താനുമായിരിക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കുക. തീർച്ചയായും അതിന് SFIക്ക് കഴിയും. കാരണം ജിഷ്ണുവിൻ്റെ കാര്യത്തിലൊക്കെ ഇടിമുറികൾ സൃഷ്ടിച്ച നെഹ്റു മെമ്മോറിയൽ കോളേജിലൊക്കെ ഇതുപോലെ സമാനമായി മുഖം മൂടി ധരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് SFI അവിടെ സമരങ്ങൾ തീർത്ത് അവകാശങ്ങൾ നേടിയെടുത്തതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ തിരിച്ചെത്താം സഞ്ജീവ്, വിനീത വിജയനിലേക്ക്. വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ ഈ ഇവിടെ സൂചിപ്പിച്ചു സഞ്ജീവ്, അതായത് ഈ UGCയുടെ തന്നെ ജനുവരിയിൽ ഇറങ്ങിയ റെഗുലേഷൻ തുല്യത ഉറപ്പാക്കുന്നത് CPIM ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അതടക്കമുള്ളവ കോടതിയിൽ പോയി മരവിപ്പിക്കുന്നു. പണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ആത്മഹുതി ചെയ്ത് പ്രതിഷേധം തീർത്ത് പ്രതിസന്ധിയിലിട്ട് അത് പിന്നെ കോടതിയിലെത്തിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇവിടെയും ഇത്തരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജുഡീഷ്യറിയെ കൂടി ഉപയോഗിക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ വശംവദമാകുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയം ആ രീതിയിൽ കടത്തുന്നു എന്നുള്ളതാണ് സഞ്ജീവ് സൂചിപ്പിച്ചത്. ശരിയാണത്, അത് ശരിയാണ്, പല ഘട്ടങ്ങളിലും ശരിയാണ്. മാത്രമല്ല രോഹിത് ആക്ട്, അതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായ കാര്യം. രോഹിത് ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം, ഈ ക്യാമ്പസുകളിൽ ജാതി വിവേചനത്തിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആ രാജ്യവ്യാപകമായ ആവശ്യം അംഗീകരിക്കാനായിട്ട് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. കലാലയങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിൽ ജാതീയവും വംശീയവുമായിട്ടുള്ള വിവേചനങ്ങൾക്ക് തടയിടാനായിട്ട് പക്ഷേ നമുക്ക് സാധിക്കുന്നൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം നാളെ എന്താകുമെന്നുള്ള ആശങ്ക നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്നിരിക്കെ തന്നെ ഇപ്പോഴും അത് കൺകറൻറ്റ് ലിസ്റ്റിലാണുള്ളത്. നമുക്ക് ആക്ട് നടപ്പിലാക്കാനായിട്ട് CA NRC നടപ്പിലാക്കില്ല എന്ന് ഇച്ഛാശക്തിയോടെ തീരുമാനമെടുത്ത ഒരു സംസ്ഥാന സർക്കാരിന്
ഈ രോഹിത് ആക്ട് നടപ്പിലാക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കും, ഞങ്ങൾ അതിനോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. ഇത് ഒരു രക്തസാക്ഷിത്വത്തെ സാക്ഷി നിർത്തി തന്നെ നമ്മുടെ ഈ കുട്ടിയുടെ ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് അതാണ് ചെയ്യാനാവുക. സഞ്ജീവ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ജാതീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇരകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചുമതല പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ഒരുപോലെയുണ്ട്. അത് അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യമാണ് കുട്ടി മരിക്കുമ്പോൾ ആ പൊതു ദർശനത്തിന് മൃതദേഹം വയ്ക്കുമ്പോൾ അത്ര നാൾ ഒരുമിച്ച് പഠിച്ച ഞാൻ സഖാവ് എ റഹീമിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ കുട്ടി ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു വിവേചനത്തെ നേരിടേണ്ടി വരുമ്പോൾ അവനൊപ്പം സഹപാഠികൾ ഉണ്ടാവുന്നില്ല, അവനൊപ്പം സഹ അധ്യാപകരുണ്ടാവുന്നില്ല. അതൊരു ആത്മഹത്യയാണെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ, ഒറ്റപ്പെടലിൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അതുണ്ടായിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അവിടെ സൃഷ്ടിതമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള നിയമ സംവിധാനത്തിൻ്റെ അനിവാര്യതയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രോഹിത് ആക്ട് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരും കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും, അത് SFI മാത്രമല്ല ഞാൻ പറയുന്നത്, ജനാധിപത്യ ബോധമുള്ള എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പുകളെയും സുപ്രീം കോടതിയുടെ വിലക്കുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനോട് ചെയ്യാൻ കഴിയുന്ന നീതി. അടിയന്തരമായി ചെയ്യേണ്ട മറ്റൊരു കാര്യം, അത് നമ്മുടെ പരിധിയിൽ വരുന്നതാണോ, സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊരു സ്വകാര്യ സ്ഥാപനമാണ്, സ്വകാര്യ ഡെൻ്റൽ കോളേജാണ്. എന്നിരിക്കെ പോലും സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട 2 ക്രിമിനലുകൾ, 2 അല്ല 3 ക്രിമിനലുകൾ, അവരിനി സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു തലോടൽ നടപടി അവർക്ക് ഒന്നുമല്ല. അവരിനി മേലൊരു വിദ്യാർത്ഥിയുടെ മുന്നിൽ പോയി നിന്ന് പഠിപ്പിക്കാനുള്ള യോഗ്യത സ്വയം നഷ്ടപ്പെടുത്തിയ ആ അധ്യാപകരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഏതൊരു സമൂഹത്തിലും പൊതുസമൂഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തിക്ക് ഏത് കോടതിയുടെയും തീരുമാനങ്ങളെ മാറ്റിമറിക്കാനുള്ള പവറുണ്ട് എന്നുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജാതിവെറിയന്മാർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ കലാലയങ്ങൾ എന്നുള്ള തിരിച്ചറിവും ബോധ്യവും പൊതുസമൂഹത്തിനുണ്ടാകാൻ ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കൂട്ടായി ചേർന്ന്, അത് അജിംഷാദ് പറഞ്ഞ പോലെ അതൊരു സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല, അതൊരു അനിവാര്യമായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ചുവടുവയ്പ്പെന്ന തരത്തിൽ നമ്മൾ ഇക്കാലം വരെയും കേരളത്തിലെ ദലിതരെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യത്തിൻ്റെ വഴിക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. ഒരു അക്രമത്തിൻ്റെ അയ്യങ്കാളിപ്പടയുടെയും മഹർ റെജിമെൻറ്റിൻ്റെയൊക്കെ ചരിത്രം നമുക്കുണ്ട്. അതിലേക്കൊന്നും പോകാതെ ജനാധിപത്യത്തിൻ്റെ രീതിക്ക് തന്നെ, നീതിയുടെ വഴിക്ക് തന്നെ നീങ്ങുമ്പോഴും നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അനേക അട്രോസിറ്റി കേസുകളിലൊക്കെ ജാതിവെറിയന്മാരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് തുമ്പും വാലും ഇല്ലാതായി പോയ അനേകം രക്തസാക്ഷികൾ ഈ ദളിത് ജനസമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ നിതിൻ രാജിന് വരാതെ കാര്യക്ഷമമായ സമഗ്രമായ വസ്തുനിഷ്ഠമായ അന്വേഷണം നിതിൻ രാജിൻ്റെ കൊലപാതകത്തിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നു ഉണ്ടാവണമെന്നുള്ള ദളിത് ജനസമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യം ആണ് സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ വയ്ക്കുന്നത്. ഈ ഒരു നീതി നിഷേധത്തിനെതിരായിട്ട് ജനസമൂഹത്തിൻ്റെ ജാഗ്രത നീതി ലഭിക്കും വരെ ഉണർന്നിരിക്കുക തന്നെ വേണം. അത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം തന്നെയാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം പാടത്ത് പണിയെടുക്കില്ല പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിൽ, പഞ്ചമിയുടെ കൈപിടിച്ച് പോയ ആ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകൻ്റെ കിരണങ്ങൾ കൊണ്ട് വിശുദ്ധമായതാണ് കേരളം. ആ കേരളത്തിൻ്റെ ഹൃദയപക്ഷ തുടർച്ചയാണ് ഇവിടെ ഉള്ളതെങ്കിൽ ആ സമൂഹത്തിന് തീർച്ചയായും നീതി ഉറപ്പാക്കുക തന്നെയും. സമൂഹം എന്ന നിലയിൽ, ആ ജാതി എന്ന നിലയിൽ തന്നെ അവർ നേരിട്ട പീഡനങ്ങൾക്ക് എതിരിട്ടുകൊണ്ട് അവർക്ക് നീതി ഉറപ്പാക്കുക തന്നെ ചെയ്യും. ശ്രീ വിശംബരൻ, ഈ ഇവിടെ സഞ്ജീവും സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഡോക്ടർ വിനീത വിജയനും സൂചിപ്പിച്ചു. കാരണം ഒരു വിദ്യാർത്ഥിയും അവിടെ നിന്ന് വന്നില്ല. അത് ഏതൊക്കെയോ തരത്തിൽ സംശയം. ഒരു പക്ഷേ വിദ്യാർത്ഥികൾ പേടിച്ചിട്ടാകണം. തുടക്കത്തിൽ ഈ നെഹ്റു മെമ്മോറിയൽ കോളേജിലും പണ്ടിങ്ങനെയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു കേരളം. അത് അതിജീവിക്കുക തന്നെ ചെയ്യും. അത്തരം ശക്തമായൊരു ഹൃദയപക്ഷം ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു ഇയാൾ. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പരസ്യം, തൊട്ട് മുമ്പ് കണ്ട ഒരു പരസ്യത്തിൽ ആ അമ്മയുടെയും മകൻ്റെയും സ്നേഹത്തെ എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസം ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. പക്ഷേ അതുപോലെയല്ല, ഇത് മണ്ണിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒന്നാണ്. അപ്പോൾ ഈ കുട്ടി ആ വീടിൻ്റെയും
ആ കുടുംബത്തിൻ്റെയും വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയാണ് ജാതിവെറിയന്മാരായ ചിലർ ചേർന്ന് തച്ചുടച്ചത്. അല്ലേ വിശ്വംഭരൻ? 100%. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങൾ ഇപ്പോഴും ഉണ്ടായെന്ന് നമ്മൾ അറിയുമ്പോൾ ഇവനെപ്പോലുള്ള വിദ്യാസമ്പന്നന്മാരായ അധ്യാപകന്മാരെ ഇവനെ മുക്കാലി കെട്ടിയിട്ട് പേപ്പട്ടിയെ തല്ലുമ്പോൾ തല്ലി കൊല്ലണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ, വളരെ ശക്തമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമല്ലേ? കാരണം SFI അടക്കം, SFI ആണ് ഇപ്പോൾ രംഗത്തെത്തിയത്. അതുകൊണ്ടാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് പറയുന്നത്. കാരണം എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പല വിധത്തിലുള്ള സംഘപരിവാർവൽക്കരണത്തെയും ജാതിവെറിയെയൊക്കെ എതിർത്ത് ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നത് SFI മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് SFI എന്ന് പറയുന്നത്. SFI ഒക്കെ ഉറപ്പുണ്ട്. നിങ്ങൾ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകാനാണോ തീരുമാനം? യാതൊരു വിട്ടുവീഴ്ചയില്ല. നാളെ ഇവിടുത്തെ സ്ഥല MLA ആയ സ്റ്റീഫനും CPM-ൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി കൂടിയായ MP-യും കൂടിയായ റഹീമും ഞാനും ഈ മരണപ്പെട്ട നിതിൻ രാജിൻ്റെ അളിയൻ അശോക് കുമാറും കൂടി നാളെ DGP-ക്ക് നേരിട്ട് പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ് നാളെ. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ കോളേജിൽ ചെല്ലുമ്പോഴുള്ള അവരുടെ സമീപനം എന്തായിരുന്നു വിശ്വംഭരൻ? കോളേജിൻ്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും പലരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ അവരാരെയോ ഒക്കെ ഭയക്കുന്നു. ഈ ഭയന്നുകൊണ്ട് അവർ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും അവസാന നിമിഷം ഏതോ 4 പെൺകുട്ടികൾ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ ആ കോളേജ് കോമ്പസിൽ അവിടെ ബോഡി കൊണ്ടുവച്ചപ്പോൾ ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം നടന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സത്യാവസ്ഥ അറിയാമെങ്കിൽ നിങ്ങൾ പറയണം, ദയവേത് പറയണം. അല്ലെങ്കിൽ ഈ നിതിൻ രാജിനുണ്ടായ അവസ്ഥ ഈ കോളേജിൽ നിന്ന് നാളെ നിങ്ങൾക്കും ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ അറിയാവുന്ന സത്യാവസ്ഥകൾ പറയണം. ആ സമയത്ത് ആരും ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. ഞങ്ങളിനി പുറത്തേക്ക് വരാൻ സമയത്ത് 4 പെൺകുട്ടികൾ മാമ നിൽക്കൂ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, അവരുടെ പേരോ അവരെ ഓരോ നാടോ ഒന്ന വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആദ്യമായാണ് അവരെ കാണുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ മുമ്പും ഇങ്ങനെ സംഭവിച്ചു. ഈ റാം ആൺകുട്ടികളെയും പെൺകുട്ടികളോടും വളരെ മര്യാദകെട്ടാണ് സംസാരിക്കുന്നത്. അയാൾക്ക് എല്ലാവരും ഒരു പുച്ഛമാണ്. പിന്നെ അവസാനം പറഞ്ഞ് നീ പോയി ചാവട എന്നുള്ള അർത്ഥത്തിലാണ്. അയാൾക്ക് മരണം ഒരു വലിയൊരു വിളയാട്ടായി ഒരു ആനന്ദമായി കാണുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ്റെ മരണം, ആ മരണത്തിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ക്രിമിനൽസ് ആണ് അയാൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ജാതിവെറി ആരോപിക്കപ്പെട്ട അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണോ സൂചനയായി ലഭിക്കുന്നത്? എന്താണ് ശ്രീ വിശ്വംഭരൻ? ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിന് വിധേയമായ ആരോപണങ്ങൾ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പലരുടെ അച്ഛനെയും അമ്മയെയും ചേർത്ത് അസഭ്യം വരെ അയാൾ പറയുമെന്നാണ് പറയുന്നത് ഈ റാം. അതാണ് ശ്രീമതി വിനിത വിജയൻ. നോക്കൂ, ഈ കുട്ടിയുടെ നിതിൻ രാജിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരു സർജറിയെ, ആ സർജറിയെ പോലും ഒരു അപമാനിക്കാൻ ഒരു കാരണമാക്കി ഉപയോഗിക്കുന്ന ഒരാളെ അധ്യാപകനെന്ന് എങ്ങനെയാണ് വിളിക്കാനാവുക? ഈ ജാതിവെറി അയാളുടെ ബോധത്തെ അങ്ങനെ മറച്ചു കളയുമോ? അയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് അയാൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? അതെ, അത് മാത്രമല്ല ജിംഷാദ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സിൻ്റെ എല്ലാം അവസാന വാക്കായിട്ട് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞ് എല്ലാ കേസുകളിലും ഒരുപോലെ കൊടുക്കുന്ന ഒരു വാചകം, ഇത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടുള്ള മരണമാണ്, ഇതിൽ ജാതി എന്ന് പറയുന്ന ഘടകം പ്രവർത്തിച്ചിട്ടില്ല. മരണത്തിന് ശേഷം സ്ഥിരം പറയുന്ന വാചകമാണ് പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത്. അതിവിടെയും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്ര പ്രത്യക്ഷമായിട്ടുള്ള ആ കുട്ടിയുടെ ഓഡിയോ സന്ദേശം കേരളം മുഴുവൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഓഡിയോ സന്ദേശത്തിലടക്കം അവൻ്റെ സ്വന്തം വാക്കുകളിൽ നേരിട്ട ആ വിവേചനത്തിൻ്റെ തീവ്രതയെ, സങ്കടത്തെ, മരണകാരണമായേ എന്ന് നമ്മൾക്ക് പിന്നീട് മനസ്സിലാവുന്ന ആ വേദനയെ അവൻ പറഞ്ഞു വെച്ചിട്ട് പോലും അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് സ്ഥാപനം
സ്ഥാപനത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് വന്നത്? അത് പേഴ്സണൽ റീസൺ കൊണ്ട് അവന് കടബാധ്യത ഉണ്ടായിരുന്നു, അവന് പുറത്തെന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഈ സ്ഥാപനവുമായിട്ടോ ജാതീയതയുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലുള്ള നിഷേധാത്മകമായ നിലപാടാണ് സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള ഐക്യം പ്രഖ്യാപിച്ച് നടന്നിട്ടുള്ള ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് മുന്നിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഏതെങ്കിലും ഒരെണ്ണം ഈ ഒരു കുട്ടിക്ക് നേരിട്ടിട്ടുള്ള നീതി നിഷേധത്തിനെതിരായിട്ട് അവന് നേരിടേണ്ടി വന്ന അപമാനത്തിനെതിരായിട്ട് അവന് നഷ്ടപ്പെട്ട ജീവനിൽ ഖേദിച്ചുകൊണ്ട് ഒരു വാക്കെങ്കിലും ഇവരാരെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ അതെങ്ങനെ പറയും? അത് അവരുടെ വർഗബോധം, അതാണ് സവർണബോധം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പുറത്തേക്ക് സമത്വത്തിന്റെ ഭാഷ പറയുകയും അകത്ത് ഈ വിവേചനങ്ങളെല്ലാം പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വാക്കുപോലും മിണ്ടാതിരിക്കുന്ന അവരുടെ കപടതയെ കൂടി മനസ്സിലാക്കാനുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ പി എസ് സഞ്ജീവ് വളരെ ചുരുക്കി, അതായത് ഇവിടെ ആ വിശംബരൻ പറഞ്ഞു, അവിടെ ചെന്ന് പറഞ്ഞു, ഒടുവിൽ അവർ നിങ്ങളെ തേടിയെത്തും, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന ആ പ്രസിദ്ധമായ വാചകത്തിൻ്റെ ഒരു നാടൻ രീതി അവർ അവിടെ പറഞ്ഞു. വിദ്യാർത്ഥികൾ ചിലരെത്തി, അപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. ഈ തിന്മയ്ക്കെതിരെ തീർച്ചയായും മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ SFI നാളെ മാർച്ചുണ്ട്, തുടർന്ന് ആ പോരാട്ടം നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഒട്ടനവധി തവണയായി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ സ്വകാര്യവൽക്കരണം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ആത്യന്തികമായി ചെന്ന് നിൽക്കുന്ന ഈ വേരുകളൊക്കെ ചെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും SFIയുടെ ഒരു 5.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തന്നെ ഇതിലുണ്ട്. കാരണം എത്രയോ തവണയായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ അപകടമാണ് പല രൂപത്തിലായി ഇങ്ങനെ പല ഭാവത്തിലായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി പോരടിക്കുക തന്നെയാണ് ഉദ്ദേശം. ഒരു അണുവിട പുറകോട്ടില്ല. നാളെ ശക്തമായ മാർച്ചുണ്ടാവും. തുടർച്ചയിൽ കേരളത്തിലെമ്പാടുമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ, ഈ സ്വകാര്യ ക്യാമ്പസുകളിൽ പ്രത്യേകമായി SFI ഇതിൻ്റെ പ്രതിഷേധം സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകരെ തിരുത്തുക എന്നുള്ളതല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ തങ്ങൾക്കെതിരെ നേരിടുന്ന എന്ത് ജനാധിപത്യ വിരുദ്ധതയും നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള പക്വതയും പാകതയും ധൈര്യവും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അവർ ചോദ്യം ചെയ്ത് തുടങ്ങുന്ന നിമിഷം തൊട്ട് ഇതിന്റെ അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. തീർച്ചയായും ഡോക്ടർ വിനീത വിജയൻ പെട്ടെന്ന് SC അട്രോസിറ്റി ആക്ട് ഈ കേസിൽ ഇതുവരെ ചുമത്തിയിട്ടില്ല. അടിയന്തരമായിട്ട് SFI ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ അതുകൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുക. തീർച്ചയായും എന്തായിരുന്നാലും ജാതി വെറിയെ വെച്ചു പൊറപ്പിക്കില്ല. ഇത് നവോത്ഥാന കേരളമാണ്, നവകേരളമാണ്. എന്തായാലും ആ പോരാട്ടം തുടരട്ടെ എല്ലാ അർത്ഥത്തിലും. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസ് പൂർണ്ണമാണ്.